അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും. പ്രിയ കുട്ടികളെ, 3ാം ക്ലാസ്സിലെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ 2024-25 ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. 6 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. 1ാമത്തെ പ്രവർത്തനം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. 25 മാർക്കിലാണ് എക്സാം. ഫസ്റ്റ് പ്രവർത്തനം നോക്കാം. നഖ്റ ഉൽ ഫിക്ര, പാരഗ്രാഫ് നമുക്ക് വായിക്കാം. വനുജീബു, നമുക്ക് ഉത്തരം നൽകാം. ദഹബ മാസിനു, മാസിനുൻ, ദഹബ മാസിനുൻ വനജീബുൻ ഇലസൂക്കി. മാസിന്, നജീബും മാസിനും മാർക്കറ്റിലേക്ക് പോയി. ഇഷ്തറ മാസിനു, മാസിന് വാങ്ങി. കിതാബൻ, ഒരു ബുക്ക് വാങ്ങി. ബിഹംസി റൂബിയാത്തിൻ, 5 രൂപക്ക് ഒരു ബുക്ക് വാങ്ങി. വഷ്തറ ഹക്കീബത്തൻ, ഹക്കീബത്ത് ബാഗ് അവൻ വാങ്ങുകയും ചെയ്തു. ലി ഉഖ്തിഹി, അവൻ്റെ സഹോദരിയായിട്ടുള്ള സൽമക്ക് വേണ്ടി. ബിസിത്തീന റൂബിയ, 60 രൂപക്ക്. ഇഷ്തറ നജീബുൻ, നജീബ് വാങ്ങി. ഉൽബത്തൽ അൽവാനി, കളർ ബോക്സ് ആണ് വാങ്ങിയത്. ബി 40 റൂബിയ, 40 രൂപക്ക്. റജഅ മാസിനുൻ വ നജീബുൻ, നജീബും മാസിനും മടങ്ങി. ഫിസ്സയ്യാറത്തി, കാറില്. നഖ്താറുൽ ജവാബ സ്വഹീഹ, ശരിയായ ഉത്തരം നമുക്ക് തിരഞ്ഞെടുക്കാം. വനക്തുബു, നമുക്ക് എഴുതുകയും ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൻ, ആരാണ്. ഇഷ്തറൽ ഹക്കീബത്ത, ബാഗ് വാങ്ങിയത്. മാസിനാണോ, നജീബാണോ, ഷാജിയാണോ? ആൻസർ എ ആണ്, മാസിനാണ് വാങ്ങിയത്. 2ാമത്തെ ക്വസ്റ്റ്യൻ, മൻ, ആരാണ്. ഹുവ അഹു സൽമ, സൽമയുടെ സഹോദരൻ, ബ്രദർ ആരാണ്. നജീബാണോ, ഷാജിയാണോ, മാസിനാണോ? ആൻസർ സി ആണ്, മാസിനാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ, മാത, എന്താണ്. ഇഷ്തറ നജീബുൻ, നജീബ് വാങ്ങിയത് എന്താണ്. ഹക്കീബത്തൻ, ബാഗാണോ. ഉൽബത്തൽ അൽവാനി, കളർ ബോക്സ് ആണോ. കിതാബൻ, ബുക്കാണോ? ആൻസർ ബി ആണ്, ഉൽബത്തൽ അൽവാൻ, കളർ ബോക്സ് ആണ് നജീബ് വാങ്ങിയത്. രുഖ്മിലു, നമുക്ക് ഫില്ല് ചെയ്യാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, റജഅ മാസിനു, മാസിൻ മടങ്ങി. വ നജീബുൻ, നജീബും മടങ്ങി. ഫി ഡാഷ്, എന്തിലാണ് നജീബും മാസിനും മടങ്ങിയത്. ഫിസ്സയ്യാറത്തി, കാറിലാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇഷ്തറ മാസിനു, മാസിൻ വാങ്ങി. കിതാബൻ, ഒരു ബുക്ക് വാങ്ങി. ബി ഡാഷ്, എത്ര രൂപക്കാണ് വാങ്ങിയത് മാസിന് ബുക്ക്. ബിഹംസി റൂബിയാത്തിൻ, 5 രൂപക്കാണ് വാങ്ങിയത്. 2ാമത്തെ പ്രവർത്തനം, നുറത്തിബുൽ ബയാന, വിവരണം നമുക്ക് ക്രമപ്പെടുത്താം. ഹസബ സുവരി, പിക്ചേഴ്സിനനുസരിച്ച്. വനക്തുബു, നമുക്ക് എഴുതുകയും ചെയ്യാം. ഏതാനും പിക്ചേഴ്സ്, ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവക്ക് യോജിച്ച സെൻറ്റൻസ് അവയുടെ താഴെ എഴുതണം. ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത് ജാസിറും അവൻ്റെ സഹോദരിയും കൂടി അടുക്കളത്തോട്ടം തയ്യാറാക്കാൻ തീരുമാനിക്കുന്നതാണ്. അത് 2ാമത്തെ പിക്ചറിൽ 2 പേര്, ജാസിറും സഹോദരിയും കൂടി കൃഷിയിടത്തിലേക്ക് പോകുന്നതാണ്. 3ാമത്തെ പിക്ചറിൽ ഒരു കർഷകനുമായിട്ട് ജാസിറും അവൻ്റെ സഹോദരിയും കൂടിയാലോചിക്കുന്നതാണ്. 4ാമത്തെ പിക്ചറിൽ വിത്തുകളും തൈകളും കൃഷിക്കാരനിൽ നിന്നും അവർ വാങ്ങുന്ന പിക്ചറാണ്. 5ാമത്തെ പിക്ചറിൽ വിത്തുകളും തൈകളും അവർ നടുന്നതാണ് കാണുന്നത്. 6ാമത്തെ പിക്ചറിൽ ജാസിറും സഹോദരിയും വെള്ളം നനക്കുന്ന പിക്ചറാണ് കാണുന്നത്. നമുക്ക് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം നോക്കാം. എന്നിട്ട് അത് ഏത്
പിക്ചറിനാണോ യോജിക്കുന്നത് എന്നും നോക്കാം. ഷാവറ ജാസിറുൻ, ജാസിർ കൂടിയാലോചിച്ചു. വ ഉഖ്തുഹു, അവൻ്റെ സഹോദരിയും അൽ മുസാരി, കൃഷിക്കാരനോട് കൂടി കൂടിയാലോചന നടത്തി. മൂന്നാമത്തെ പിക്ചറിലാണ് ഈ സെന്റൻസ് എഴുതേണ്ടത്. അടുത്തത് അസമ, തീരുമാനിച്ചു. ജാസിറുൻ വ ഉഖ്തുഹു ജാസിറ, ജാസിറും അവൻ്റെ സഹോദരിയായ ജാസിറയും തീരുമാനിച്ചു. അലാ ഇഅ്ദാദി, തയ്യാറാക്കാൻ, ഫിലാഹത്തിൽ മത്ബഖി, അടുക്കളത്തോട്ടം. അത് ഫസ്റ്റ് പിക്ചറാണ്. ആ സെന്റൻസ് അവിടെ എഴുതിയിട്ടുമുണ്ട്. ദഹബ ജാസിറുൻ, ജാസിർ പോയി. വ ഉഖ്തുഹു, അവൻ്റെ സഹോദരിയും ഇലൽ മസ്റഅത്തി, കൃഷിയിടത്തിലേക്ക്. ആ സെന്റൻസ് രണ്ടാമത്തെ പിക്ചറിലാണ് എഴുതേണ്ടത്. അടുത്തത് സഖ ജാസിറുൻ വ ഉഖ്തുഹു, ജാസിറും അവൻ്റെ സഹോദരിയും നനച്ചു. അൽ ഫിലാഹത്ത, അടുക്കളത്തോട്ടം. സ്വബാഹൻ വ മസാഅൻ, രാവിലെയും വൈകുന്നേരവും. അത് ലാസ്റ്റ് പിക്ചറിലാണ് ആ സെന്റൻസ് എഴുതേണ്ടത്. അടുത്തത് റസൽ ബുദൂറ, വിത്തുകളെ നട്ടു. വശത്തിലാത്തി, ചെടികളെയും. ഫിലാഹത്തി, അവരുടെ തോട്ടത്തിൽ നട്ടു. ഈ സെന്റൻസ് വരുന്നത് 5ാമത്തെ ചിത്രത്തിലാണ് ഈ സെന്റൻസ് എഴുതേണ്ടത്. അടുത്തത് ഇഷ്തറ ബഅ്ലൽ ബുദൂരി, ഇഷ്തറ അവൻ വാങ്ങി. ബഅ്ലൽ ബുദൂരി, ചില വിത്തുകളും. വശത്തിലാത്തി, തൈകളും വാങ്ങി. മിനൽ മുസാരി, കൃഷിക്കാരനിൽ നിന്നും. അത് വരുന്നത് 4ാമത്തെ പിക്ചറിലാണ് ആ സെന്റൻസ് എഴുതേണ്ടത്. 3ാമത്തെ പ്രവർത്തനം നോക്കാം. ദാനിഷ് സ്വദീഖു ജാസിർ, ജാസിറിന്റെ സ്വദീഖ് കൂട്ടുകാരനാണ് ദാനിഷ്. യൗമൻ, ഒരു ദിവസം. സാറ, അവൻ സന്ദർശിച്ചു. ഫിലാഹത്തൽ മത്ബഖി, അടുക്കളത്തോട്ടം. ലിജാസിരിൻ, ജാസിറിന്റെ അടുക്കളത്തോട്ടം ഒരു ദിവസം ദാനിഷ് സന്ദർശിച്ചു. സഅല ദാനിഷ്, ദാനിഷ് ചോദിച്ചു. അനിൽ ഫിലാഹത്തി, ആ തോട്ടത്തെക്കുറിച്ച്. ഫദാറ ബൈനഹുമാ ഹിവാർ, അവർ രണ്ടുപേർക്കും ഇടയിൽ അപ്പോൾ കോൺവെർസേഷൻ നടന്നു. 3ാമത്തെ പ്രവർത്തനം നുക്മിലുൽ ഹിവാറ, കോൺവെർസേഷൻ നമുക്ക് ഫില്ല് ചെയ്യാം. ദാനിഷ് ജാസിറിനെ കണ്ട ഉടനെ മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് ജാസിർ ഡാഷ് മസാ ഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താണ് തിരിച്ച് പറയുക? മസാഹുന്നൂർ, ഗുഡ് ഈവനിങ് എന്ന് തിരിച്ചു പറഞ്ഞു. മർഹബൻ ബിക്കും, താങ്കൾക്ക് സ്വാഗതം എന്ന് ജാസിർ പറഞ്ഞു. ദാനിഷ് പറയുകയാണ്, യാ ജാസിർ, ഏ ജാസിറെ, ഫിലാഹത്തുക ജമീലത്തുൻ, നിന്റെ തോട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട്. അത്ഭുതത്തോടെ പറയാണ്. അപ്പൊ ജാസിർ അത് കേട്ടപ്പോൾ ശുക്രൻ യാ സ്വദീഖി, എൻ്റെ കൂട്ടുകാരനെ നന്ദി എന്ന് പറയുകയാണ്. ദാനിഷ് ചോദിക്കുകയാണ്, മിൻ ഐന, എവിടെ നിന്നാണ്, ഹസ്വൽത്ത, നിനക്ക് ലഭിച്ചത്, ഡാഷ്. അവിടെ എന്ത് കൊടുക്കാം? അൽ ബുദൂറ വശത്തിലാത്ത, തൈകളെയും അതുപോലെ തന്നെ ബുദൂർ, വിത്തുകളെയും നിനക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? ജാസിർ പറയുകയാണ്, മിനസ്സൂഖി, മാർക്കറ്റിൽ നിന്ന്. ദാനിഷ് വീണ്ടും ചോദിക്കുകയാണ്, മൻ, ആരാണ്, യുസാഇദുക, നിന്നെ സഹായിക്കാറ് എന്ന് ചോദിക്കുകയാണ്. ജാസിർ പറയുകയാണ്, യുസാഇദുനി, എന്നെ സഹായിക്കാറുള്ളത്, ഫിസിറാഅത്തി, കൃഷിയിൽ എന്നെ സഹായിക്കാറുള്ളത്, ഉഖ്തി, എൻ്റെ സഹോദരിയാണ് എന്ന് പറയുകയാണ്. ദാനിഷ് പറയുകയാണ്, അന ഉരീദു, ഞാനും ഉദ്ദേശിക്കുന്നു, യഅ്ദാദൽ ഫിലാഹ, ഇതുപോലെ തോട്ടം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എനിക്കും ആഗ്രഹമുണ്ട്. ജാസിർ അത് കേട്ടപ്പോൾ പറയുകയാണ്, അഹ്സൻത, വെരി ഗുഡ്. അന ഉസാഇദുക, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ ദാനിഷ് എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ജാസിർ ആഫുവൻ, വെൽക്കം എന്ന് പറഞ്ഞു.
ദാനിഷ് ശുക്രൻ നന്ദി എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ ജാസിർ അഫ്വൻ വെൽക്കം എന്ന് പറഞ്ഞു. നാലാമത്തെ പ്രവർത്തനം നോക്കൂ. നുഖ്മിലു നമുക്ക് വിട്ട ഭാഗം ഫില്ല് ചെയ്യാം. ഇവിടെ നമ്പേഴ്സും അക്കത്തിലും അക്ഷരത്തിലും കൊടുത്തിട്ടുമുണ്ട്, വിട്ടുപോയിട്ടുമുണ്ട്. വിട്ട ഭാഗം ഫില്ല് ചെയ്യണം. ഫസ്റ്റ് പിക്ചറിൽ 22 കൊടുത്തിട്ടുണ്ട്. അത് അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിട്ടുണ്ട്. ഇസ്നാനി വ ഇഷ്റൂൻ, 22-ന് ഇസ്നാനി വ ഇഷ്റൂൻ. ഇനി എഴുതാനുള്ളത് 23. സലാസും വ ഇഷ്റൂൻ, 23. സലാസും വ ഇഷ്റൂൻ. 24-ന് അവിടെ അക്കത്തിലില്ല, അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് അർബഉൻ വ ഇഷ്റൂൻ, 24. ഇനി 25-ന് എന്താണ് പറയുക? അവിടെ അക്കത്തിലാണുള്ളത്, അക്ഷരത്തിൽ എഴുതണം ഖംസും വ ഇഷ്റൂൻ, ഖംസും വ ഇഷ്റൂൻ. 26-ന് അവിടെ അക്കത്തിൽ എഴുതണം, അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് സിത്തും വ ഇഷ്റൂൻ, സിത്തും വ ഇഷ്റൂൻ. 26. 27-ന് സബ്ഉം വ ഇഷ്റൂൻ, 27. സബ്ഉം വ ഇഷ്റൂൻ, 27. അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. നെഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം അൽ ജുമല സ്വഹീഹ ശരിയായിട്ടുള്ള സെന്റൻസുകളെ ലിസുവരിൽ മുനാസിബ പിക്ചേഴ്സിനോട് യോജിച്ചത് ശരിയായ സെന്റൻസ് ജുംലയിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കണം. വനക്തുബു നമുക്ക് എഴുതുകയും വേണം. ഫസ്റ്റ് പിക്ചറിൽ ഒരു സിഞ്ചാബ് മാഞ്ച കഴിക്കുന്നു, അത് കാണാം. രണ്ടാമത്തെ പിക്ചറിൽ ഒരു ബിന്ത് പെൺകുട്ടി തൈക്ക് വെള്ളം നനച്ചു കൊടുക്കുന്നത് കാണാം. മൂന്നാമത്തെ പിക്ചറിൽ പെൺകുട്ടികൾ ഹോക്കി കളിക്കുന്നത് കാണാം. നാലാമത്തെ പിക്ചറിൽ ഫുട്ബോൾ, ഏതാനും കുട്ടികൾ ചേർന്ന് ഫുട്ബോൾ കളിക്കുന്നത് കാണാം. അഞ്ചാമത്തെ പിക്ചറിൽ ഒരു കുട്ടി TV കാണുന്നു. ഇവക്ക് പിക്ചറിന് യോജിച്ച സെന്റൻസ് താഴെ എഴുതണം. ഫസ്റ്റത്തെ നോക്കൂ സെന്റൻസ്. യൽ അബുൽ ഔലാദു കുട്ടികൾ കളിക്കുന്നു. കുറത്തൽ കദമി ഫുട്ബോൾ ആണ് കളിക്കുന്നത്. നാലാമത്തെ പിക്ചറിലാണ് ഇത് എഴുതേണ്ടത്. അടുത്തത് യഅ്കുലുൽ സിഞ്ചാബു അണ്ണാൻ തിന്നുന്നു. മാഞ്ച മാങ്ങയാണ് തിന്നുന്നത്. ഫസ്റ്റ് പിക്ചറിൽ ഈ സെന്റൻസ് എഴുതണം. അടുത്തത് തസ്കിൽ ബിന്തു പെൺകുട്ടി നനക്കുന്നു. അശ്യത്തിലത്ത തൈക്ക് വെള്ളം നനക്കുന്നു. രണ്ടാമത്തെ പിക്ചറിലാണ് ഇത് എഴുതേണ്ടത്. അടുത്തത് തൽ അബുൽ ബനാത്തു പെൺകുട്ടികൾ കളിക്കുന്നു. അൽ ഹൂക്കി പെൺകുട്ടികൾ കളിക്കുന്നത് ഹോക്കിയാണ്. മൂന്നാമത്തെ പിക്ചറിലാണ് ഈ സെന്റൻസ് എഴുതേണ്ടത്. നാലാമത്തെ പിക്ചർ നോക്കൂ. അടുത്ത സെന്റൻസ് നോക്കൂ. യുഷാഹിദുൽ വലതു കുട്ടി കാണുന്നു. അത്തിൽഫാസ TV കാണുന്നു. യുഷാഹിദുൽ വലതു കുട്ടി കാണുന്നു. അത്തിൽഫാസ TV ആണ് കാണുന്നത്. ആറാമത്തെ പ്രവർത്തനം നുക്മിലുൽ മൻലൂമ പോയം നമുക്ക് ഫില്ല് ചെയ്യാം. കമാ ഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. ഫസ്റ്റ് പിക്ചറിൽ നോക്കൂ നിങ്ങൾ. ഫസ്റ്റ് പോയം എന്താണ് കൊടുത്തിരിക്കുന്നത്? യാ ഉസ്ഫൂരി യാ ഉസ്ഫൂരി എൻ്റെ കുരുവി എൻ്റെ കുരുവി. ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു. ലൗനക്ക നിന്റെ കളറ്. അൽ അസ്ഫറ യെല്ലോ മഞ്ഞ നിന്റെ മഞ്ഞ നിറം ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുപോലെ ഓരോ പക്ഷിക്കും യോജിച്ചത് അവിടെ ചേർത്ത് കൊടുക്കണം. രണ്ടാമതായിട്ട് ഉറാബുൻ കാക്കയാണ്. യാ ഉറാബി യാ ഉറാബി എൻ്റെ കാക്കേ എൻ്റെ കാക്കേ. ഉഹിബു ലൗനക്ക നിന്റെ കളർ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവിടെ കാക്കയുടെ കളർ എഴുതണം. അസ്വദല്ലേ കറുപ്പ്. ഉഹിബു ലൗനുക്കൽ അസ്വദ. ഉഹിബു ലൗനക്ക നിന്റെ കളർ ഞാൻ ഇഷ്ടപ്പെടുന്നു. അൽ അസ്വദ്
ബ്ലാക്ക് കളറ് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇനി അടുത്തത് ലക്ക് ലക്കിനെയാണ്, കൊക്കിൻ്റെ പിക്ചറാണ് കാണുന്നത്. എങ്ങനെ എഴുതാം? യാ ലക്ക് ലക്കി, യാ ലക്ക് ലക്കി, എൻ്റെ കൊക്കേ, എൻ്റെ കൊക്കേ. ഉഹിബ്ബു ലൗനക്കൽ അബിയള, നിൻ്റെ വൈറ്റ് കളറ് ഞാൻ ഇഷ്ടപ്പെടുന്നു. അടുത്തത് മയിലാണ്. യാ തോ ഊസി, യാ തോ ഊസി, എൻ്റെ മയിലേ, എൻ്റെ മയിലേ. ഉഹിബ്ബു ലൗനക്ക, നിൻ്റെ കളറ് ഞാൻ ഇഷ്ടപ്പെടുന്നു. അൽ അസ്റഖ്, അൽ അസ്റഖ, ബ്ലൂ കളറ് ഞാൻ ഇഷ്ടപ്പെടുന്നു. അടുത്തത് തത്തയുടെ ചിത്രമാണ് കാണുന്നത്. യാ ബബ് ഓ ഈ, യാ ബബ് ഓ ഈ, എൻ്റെ തത്ത, എൻ്റെ തത്തയെ. ഉഹിബ്ബു ലൗനക്ക, നിൻ്റെ കളറ് ഞാൻ ഇഷ്ടപ്പെടുന്നു. അൽ അഹ്ലറ, പച്ച, പച്ചയായ നിൻ്റെ പച്ച കളറ് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇതോടുകൂടി 6 പ്രവർത്തനങ്ങളും അവസാനിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.